റെക്കോർഡൊന്ന് വീഡിയോ കാണുന്നില്ല. വീഡിയോ റെക്കോർഡൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണേ. ഒരു മിനിറ്റ്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് കൃഷ്ണൻ്റെ കളറിങ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് മറ്റ് പിക്ചേഴ്സുകളിലോട്ട് പോവേണ്ടതുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഇതൊന്ന് ഫിനിഷ് ചെയ്ത് മറ്റ് പിക്ചറുകളുടെയൊക്കെ ഒരു ലെവൽ കുറച്ചെങ്കിലും ആക്കി വെക്കണം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഫാസ്റ്റായിട്ടാണ് എടുക്കുന്നത്. നമ്മുടെ ഇന്നലെ ഒരു സെറൂലിയൻ ബ്ലൂവും അതായത് ഒരു 3 ഡ്രോപ്പ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പിക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിരിക്കും. ഞാൻ കളർ ഇന്നലെ മിക്സ് ചെയ്തപ്പോൾ കുറച്ച് ഡാർക്കായി, പിന്നെ ഞാൻ കളർ ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് വൈറ്റ് കേട്ടോ. ഒരു 4 ഡ്രോപ്പ് വൈറ്റ് എടുക്കുകയാണ് ആ കളറിലൊന്ന് ഫിനിഷ് ചെയ്യാൻ കേട്ടോ. 4 ഡ്രോപ്പ് വൈറ്റ് എടുക്കുകയാണ്. കൃഷ്ണൻ്റെ സെക്കൻഡ് കോട്ടാണ് കേട്ടോ. ഫസ്റ്റ് കോട്ട് നമുക്ക് ഫില്ലിങ് കൊടുത്തു. അതാണ് നമ്മൾ 3 ഡ്രോപ്പ് വൈറ്റിനോട് 1 ഡ്രോപ്പ് സെറൂലിനാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു 4 ഡ്രോപ്പ് വരെ നമ്മൾ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേത് ബ്രഷ് കൊണ്ട് എടുക്കാം. ഒരു ചെറിയ ഒരു ഹാഫ് ഡ്രോപ്പ് സെറൂലിൻ ബ്ലൂ തന്നെയാണ് കേട്ടോ. ഇന്നലെ 3 ഡ്രോപ്പാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് നമ്മളിപ്പോൾ 4 ഡ്രോപ്പിന് ഒരു ഹാഫ് ഡ്രോപ്പേ സെറൂലിൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയത് കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ. ഇതിനകത്ത് ഒരു ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ ലേക്ക് എന്ന് പറഞ്ഞ റെഡ് കേട്ടോ. ക്രിംസൺ ലേക്ക് എന്ന് പറഞ്ഞ റെഡും കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ. അതായത് 4 ഡ്രോപ്പ് വൈറ്റ്, ഒരു ഹാഫ് ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ അല്ല സെറൂലിയൻ ബ്ലൂ, ഹാഫ് ഡ്രോപ്പ് ഇതാണ് ക്രിംസൺ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. വെർമില്ലിനെ എടുത്ത് മിക്സ് ചെയ്ത് കളയത് ക്രിംസൺ ലേക്ക് കേട്ടോ. ഒരു ഹാഫ് ഡ്രോപ്പ് ജസ്റ്റ് ഒന്ന് ബ്രഷിൽ ഇങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് മിക്സ് ചെയ്യാൻ. അപ്പോൾ നമുക്കത് ശരിക്കും പറഞ്ഞൊരു പർപ്പിൾ കളറാണ് ഇതിനകത്ത് കിട്ടുന്നത്. ക്രിംസൺ റെഡ് തൊട്ടാൽ മതി, അതൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഗ്രേയും അല്ല ഒരു പർപ്പിളും അല്ലാത്തൊരു വല്ലാത്തൊരു കളറാണ് കിട്ടിയത്. നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഔട്ടർ വിത്ത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജിങ് ആണ് ഇത് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു ലൈറ്റ് പർപ്പിൾ പോലത്തെ ഒരു കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു 4 ഡ്രോപ്പ് വൈറ്റ്, ഒരു ഹാഫ് ഡ്രോപ്പ് സെറൂലിയൻ ബ്ലൂ, ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ ലേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് വയലറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതിനകത്ത് നമുക്ക് ഒരു 1-2 ഡ്രോപ്പ് വെള്ളം ചേർത്താൽ മതി. ഒരു ആവശ്യത്തിന് വെള്ളം ചേർക്കുക. നമ്മൾ കളർ വച്ചതിന് ശേഷമാണ് സ്മജ്ജിന്, അതായത് കളർ ലിക്വിഡ് നോക്കട്ടെ. ഇപ്പോൾ എത്രയായി? 5 ഡ്രോപ്പ് കളറുണ്ട്. അപ്പോൾ 2.5 ഡ്രോപ്പ് വാട്ടർ മതി കേട്ടോ. അതിൻ്റെ പകുതി അളവിൽ എത്ര നമ്മളിങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുമ്പം അതിൻ്റെ പകുതി അളവിൽ വെള്ളം എടുത്താൽ മതി കേട്ടോ. ഇതിൽ നമുക്ക് ആദ്യം ഒന്ന് കൈയും കാലും ആ ഭാഗമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ ഔട്ടറായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഔട്ടറായിട്ട് ഒരു 2-ൻ്റെയൊക്കെ ഡബിൾ 0-യുടെയൊക്കെ ബ്രഷ് എടുക്കാം. എടുത്തിട്ട് നമുക്കിതിൻ്റെ ഔട്ടറായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും. ഔട്ടറായിട്ടാണ് ഇതിൻ്റെ കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നു. കൊടുത്ത ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യിപ്പിക്കുന്നു കേട്ടോ. ആ കളറിനെ ഒന്ന് നന്നായിട്ട് ലയിപ്പിക്കുന്നു. കാണാമോ എല്ലാവർക്കും? അതായത് ഈ കളറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കളർ കോമ്പിനേഷൻ ഒരിക്കൽ കൂടെ പറയാം. 4 ഡ്രോപ്പ് വൈറ്റ്, ഹാഫ് ഡ്രോപ്പ് സെറൂലിൻ ബ്ലൂ, ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ റെഡ് ആണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലൂ അല്ല ഒരു പർപ്പിളും അല്ലാത്തൊരു കളറാണ് ഞാൻ പറഞ്ഞു ആദ്യമേ. അപ്പോൾ അങ്ങനത്തെ ഒരു കളറാണ് നമ്മളിതിനൊരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ലൈറ്റാണ് കൊടുക്കണമെങ്കിൽ ഡാർക്ക് ഉപയോഗിച്ചാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. പക്ഷേ നമ്മളിത് ബോഡി കുറച്ചൊന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഔട്ടറിലാണ് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ പിന്നീട് നമ്മളത് സ്മജ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ കളർ അവിടെ തിക്കായിട്ട് നിൽക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല.
അതിൻ്റെ ഹാഫ് അളവിൽ വെള്ളം ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മളത് വെള്ളം ചേർത്ത് ബ്രഷ് നനച്ചിട്ട് അതിനെ ഒന്ന് സ്മജ് ചെയ്യണം. നടുക്കോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ ബ്രഷ് ഒന്ന് വെള്ളം ചേർത്ത് ചെറുതായിട്ട് അതിലോട്ട് ലയിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അടിയിലത്തെ ബ്ലൂ ഉണ്ട് എങ്കിലും ഒരു ലൈറ്റ് വയലറ്റ് പോലത്തെ ഒരു ഫീല് നമുക്കതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കളറിങ്ങാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു ബ്ലൂവിനെ ഒന്ന് കുറയ്ക്കുകയാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. ഇപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ഇപ്പം നമ്മളെ ബ്ലൂവിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫില്ലിങ് കറക്റ്റ് ഫില്ലിങ് അല്ലായിരുന്നു, ഞാൻ ഇന്നലെ ചെയ്ത് അതേ ലെവലിൽ ഇട്ടിരുന്നു. അപ്പം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഈ ഒരു കളർ വെച്ച് നന്നായിട്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ചെയ്യണത് ബ്രഷ് വെള്ളത്തിൽ മുക്കി നല്ലപോലെ ഡ്രൈ ആക്കിയ ബ്രഷാണ്. ഇച്ചിരി വലിയ ബ്രഷ് എടുത്ത് അതിനുകൊണ്ടാണ്. സീറോയുടെയൊക്കെ ബ്രഷ് എടുക്കാം, നമുക്കത് നന്നായിട്ട് ലയിപ്പിക്കാവുള്ളതുകൊണ്ട് കേട്ടോ. ഇപ്പം വെള്ളം വെച്ചാണ് അതൊന്ന് ലയിപ്പിച്ചെടുക്കുന്നത്. ഇപ്പോൾ എവിടെയെങ്കിലും കളർ ഫില്ലല്ലാതെയോ എന്തെങ്കിലും അതല്ലാതെ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ബ്ലൂവിൻ്റെ ഒരു എടുപ്പ് കുറയുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതാണ്. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ബ്രഷ് വെള്ളത്തിൽ മുക്കി ജസ്റ്റ് ക്ലോത്തിലോ എന്തെങ്കിലും ഒന്ന് തുടച്ചെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരു സെർവറിലും ബ്ലൂവിൻ്റെ ആ ഒരു കളർ നമ്മൾ ചിലപ്പോൾ മിക്സ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു പർപ്പിളായിരിക്കും നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ഒരു വയലറ്റ് കളർ പോലത്തെ ഒരു ഫീലായിരിക്കും. ഇതിനകത്ത് നമുക്ക് ബ്ലൂ ആണ് കൂടുതൽ കാണുന്നത്, എന്നാൽ ഒരു ചെറിയ ഒരു ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ഷെയ്ഡ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഒരു കളറിങ്ങിൻ്റെ ഷെയ്ഡ് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് ലയിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത. വെള്ളം ഒന്ന് ഉണങ്ങി വരുമ്പോൾ അടിയിലത്തെ കളർ കാണുകയും ചെയ്യാം, എന്നാൽ ഇതൊരു ചെറിയ ലെയർ പോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ആ പിക്ചറിലെ ബ്ലൂവിൻ്റെ ഒരു ഭയങ്കര എടുത്തൊരു കളർ മാറിയിട്ട് നമ്മുടെ ഒരു നാച്ചുറൽ സ്കിന്നിൻ്റെ ടോൺ അതിനകത്തോട്ട് വരും കേട്ടോ. അതാണ് നമ്മുടെ ഈ ഒരു ഷെയ്ഡ്. പിന്നെ ചുവർ ചിത്രങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വൈറ്റ് കണ്ടൻ്റായിട്ടുള്ള കളേഴ്സ് അധികം എടുത്ത് കാണിക്കത്തില്ല. പിന്നെ അത് നമ്മൾ റിയലിസ്റ്റിക്കിനൊക്കെയാണ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്നൊരു ശൈലിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈറ്റ് അധികം അറിയാത്ത രീതിയിലാണ് ചുവർ ചിത്രങ്ങളിൽ വൈറ്റ് ഉൾപ്പെടുത്താറുണ്ട്. വൈറ്റും ഇപ്പോൾ ലെമണല്ലോ ഇങ്ങനെയുള്ള കളേഴ്സ് എല്ലാം ചുവർ ചിത്രങ്ങളിൽ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ വൈറ്റ് വച്ചാണ് സ്മജ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നാത്ത വിധത്തിലാണ് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ആരും ഒന്നും പറയുന്നില്ല. മനസ്സിലാവുന്നുണ്ട് മാഡം. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് പുതിയ കളറിംഗ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു സ്മജ് ചെയ്യുമ്പം കളറുകൾ കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല. ബ്ലൂ കുറച്ച് ഡാർക്ക് ആയാലും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈറ്റ് ആവും അല്ലേ മാം? ലൈറ്റ് ആവാനായിട്ടാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഭയങ്കര നമ്മൾ ഡാർക്ക് ആക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളതിൻ്റെ മൊത്തത്തിലൊരു ലൈറ്റ്നെസ് ഒരു ഡിംനെസ്സിലോട്ട് കൊണ്ടുവരാനാണ്. എന്നാൽ ബ്ലൂ ആണ് നമുക്കിപ്പോൾ കവിളിലൊക്കെ നമ്മൾ പിങ്ക് കൊടുക്കുമ്പോൾ ആ ഒരു സ്കിൻ ടോണുമായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കളർ കൊടുക്കുന്നത് കേട്ടോ. ഇത് വേറൊരു കളർന്ന് തോന്നരുത്. എന്നാൽ ആ ഒരു കളറ് ഞാൻ മുഖം ബാക്കി കാല് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ അധികം ഇപ്പോൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നില്ല. നമുക്ക് എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്നാൽ മറ്റേ പിക്ചേഴ്സുകൾ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ കൈയുടെ നമ്മുടെ അറ്റത്തോട്ടൊക്കെ വരുന്നില്ല, അവിടെ ആ പിങ്കിലോട്ട് കുറച്ച് നമുക്ക് കയറ്റി കൊടുക്കാം. അപ്പോൾ ആ ഒരു കളറുമായിട്ട് നല്ലതായിട്ട് ഇങ്ങനെ സ്മജ് ചെയ്തൊരു ഫീല് നമുക്കുണ്ടാവും കേട്ടോ കയ്യിലൊക്കെ.
Good evening, ma'am. ഗുഡ് ഈവനിങ് Late ജയശ്രീ മാം. ലേറ്റ് ആയിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഇതിന് കൃഷ്ണനൊരു ഷെയ്ഡ് കൊടുക്കുകയാണ് കേട്ടോ. 4 ഡ്രോപ്പ് വൈറ്റിൻ്റെ കൂടെ ഒരു ഹാഫ് ഡ്രോപ്പ് സെറൂലിയൻ ബ്ലൂ. നമ്മളിങ്ങനെ ബേസ് കൊടുത്ത കളർ തന്നെയാണ്. ഹാഫ് ഡ്രോപ്പാണ് ഇന്നലെ ഒരു ഫോർ ഡ്രോപ്പ് വൈറ്റ്, ഹാഫ് ഡ്രോപ്പ് സെറൂലിയൻ, ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ. അപ്പോൾ ഇങ്ങനെ ഒരു പർപ്പിൾ പോലത്തെ ഒരു കളറാണ്, ലൈറ്റ് പർപ്പിളാണ് കിട്ടുന്നത് കേട്ടോ. അത് നമ്മളിങ്ങനെ ഒരു 1-ൻ്റെയോ 0-യുടെ ബ്രഷ് വെച്ച് ഇങ്ങനെ ഒരു ഔട്ടർ കൊടുക്കും കണ്ടോ. ഇങ്ങനെ ഒരു ഔട്ടർ കൊടുത്തിട്ട് ഉടനെ ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ നല്ലപോലെ ഡ്രൈ ആക്കി ഇതിനെ ഫുൾ അങ്ങ് ഫില്ല് ചെയ്യാൻ. ഒരല്പമല്ല, ഫുള്ളായിട്ട് അങ്ങ് ഉടനെ തന്നെ ഒരു ചെറിയ പാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നു കേട്ടോ. അത് ആ ഒരു ബ്ലൂവിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഡള്ളാക്കിയതാണ് കേട്ടോ. എന്നും ബ്ലൂ ആയിട്ട് തോന്നുന്നു. കളർ കോമ്പിനേഷൻ ഒന്ന് പറയോ? പറയാം 4 ഡ്രോപ്പ് വൈറ്റ് കേട്ടോ, ഹാഫ് ഡ്രോപ്പ് സെറൂലിയൻ ബ്ലൂ, ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ റെഡ്. ഒരു ലൈറ്റ് പർപ്പിളാണ് നമുക്ക് കിട്ടുന്ന കളർ. അത് നമ്മളിങ്ങനെ ഔട്ടർ ചെയ്തിട്ട് ജസ്റ്റ് ബ്രഷ് വെള്ളത്തിൽ മുക്കി അതിനെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ഇങ്ങോട്ട് ചെയ്യാം, ഫേസിലോട്ട് ചെയ്യാൻ കേട്ടോ. ഫേസിലോട്ട് ആദ്യം ഒന്ന് ഔട്ടർ കുറേശ്ശെയാണ് ചെയ്യുന്നത്, ഔട്ടർ ഭാഗം. ബ്രഷിലൂടെ തന്നെ നമ്മൾ മുടിയിൽ കുറച്ച് ഷെയ്ഡ് കയറിയാലും കുഴപ്പമില്ല, ബ്ലാക്ക് ഇടുന്ന സമയത്ത് ശരിയാക്കാം. പക്ഷെ അവിടെയൊക്കെ ഒരു വൈറ്റ് കാണാതെ നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തോളാം കേട്ടോ. ഇന്നലെ രാത്രി പിന്നെ ലാസ്റ്റ് ടൈമിലായതുകൊണ്ട് കുറച്ചൊന്നും അങ്ങനെ ആക്കി പിന്നെ എനിക്കൊന്നും ചെയ്തു. സാറ്റർഡേ സൺഡേ ക്ലാസ്സിൻ്റെ ദിവസമായതുകൊണ്ട് ഇതിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് ഇതിനൊന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. മൂക്കിൻ്റെ ഇവിടെ കൊടുത്തില്ല, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് ബ്രഷ് ചെയ്യാം. ഗീത മാം ജോയിൻ ആയോ? ഞാൻ പ്രസ് ചെയ്തു. ഇതിൻ്റെ നമ്മളൊരു ഷെയ്ഡ് കൊടുക്കുന്നില്ല, ഞാൻ കളർ പറഞ്ഞായിരുന്നു. 4 ഡ്രോപ്പ് വൈറ്റിൻ്റെ കൂടെ ഹാഫ് ഡ്രോപ്പ് സെറൂലിയൻ ബ്ലൂവും
ഹാഫ് ക്രിംസൺ റെഡും കൂടെ മിക്സ് ചെയ്തൊരു കളർ ഉണ്ട്, ഇങ്ങനെ ഒരു കളർ കിട്ടും കേട്ടോ, ലൈറ്റ് പർപ്പിൾ. അതിങ്ങനെ നമ്മൾ ഔട്ടറിലൊക്കെ കൊടുത്തിട്ട് വെള്ളം വെച്ച് ലയിപ്പിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇന്നലെ ചെയ്തൊരു പ്രഷ്യൻ ബ്ലൂവിനെ ഒന്ന് ഡിമ്മാക്കിയാണ് ചെയ്യുന്നത് കേട്ടോ. ആ കളർ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഒരു ലൈറ്റ് കളറിലോട്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ലൈറ്റ് അല്ല, നമ്മുടെ സ്കിൻ ടോണുമായിട്ട് ചേർത്തിട്ട് കൊടുത്തത് കേട്ടോ. ഇതിൽ നമ്മൾ ഔട്ടറാണ് ആദ്യം കൊടുത്തത് കേട്ടോ. ഔട്ടർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് ലയിപ്പിച്ചിട്ടുണ്ട്, മൂക്കിലൊന്നും ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ചെയ്യുന്ന ഐബ്രോസിൻ്റെ മേളിലുള്ള ഭാഗമാണ് കേട്ടോ. ഐബ്രോസൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാനൊന്ന് ഐബ്രോസിൻ്റെ അവിടെ ഫുള്ളായിട്ട് ഉണ്ട് ഇങ്ങനെ തിക്കായിട്ടൊരു ഫില്ലിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പൊട്ട് വച്ചിരിക്കുന്ന ഭാഗം അവിടെയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഐബ്രോസിൻ്റെ ഈ ഭാഗം. ഇനി ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കി നമുക്ക് ഇവിടേക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് കൂടുതൽ ഇടേണ്ടത് കൊണ്ട് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് നല്ലതുപോലെ ഫേസിൽ കൊടുക്കുന്നത് കേട്ടോ. ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ അടുത്ത എഫക്റ്റ് ചെയ്യുന്നത്. അത് ഉണങ്ങാൻ സമയം എടുക്കും, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതൊന്ന് ചെയ്തിടാന്ന് വെച്ചത്. കണിക്കൊന്നയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഫൈനൽ ചെയ്യാം. ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ. ഈ ഒരു വരയുടെ പുറത്തൂടെ കണ്ണിൻ്റെ മുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ബ്രഷ് വെള്ളത്തിൽ മുക്കി കണ്ണിൻ്റെ ആ ഒരു ഭാഗം, മുകളിലത്തെ ഭാഗമൊക്കെ ഒന്ന് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് ചെയ്യുന്നുണ്ട് ഫേസിലൊരു പർപ്പിളിൻ്റെ ഒരു കളർ കൂടുതൽ കാണത്തക്ക വെച്ചാണ്. കണ്ണിൻ്റെ താഴെ ഭാഗവും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ നേരെ താഴെ ഭാഗവും കണ്ണിന് ചുറ്റും ഒരു പർപ്പിളിൻ്റെ നല്ലൊരു ലൈറ്റ്നെസ് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ഡാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഐ ഷാഡോയൊക്കെ ബ്രൈഡൽ മേക്കപ്പിൻ്റെയൊക്കെ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ കണ്ണൊക്കെ ഭയങ്കരമായിട്ടൊന്ന് ഡാർക്ക് ചെയ്തിട്ടാണ് പിന്നെ ലൈറ്റ് കൊടുക്കുന്നത്. എങ്കിൽ ലൈറ്റ് എന്ത് ചെയ്യത്തുള്ളൂ, നല്ലതായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കത്തുള്ളൂ കേട്ടോ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ നമുക്കിവിടെ നല്ല ലൈറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ണിൻ്റെ ചുറ്റും നല്ല ഡാർക്കാണ്. അപ്പോൾ ഡാർക്ക് ചെയ്യുമ്പം ആ ഒരു ഭാഗത്തെ ഒന്ന് എടുത്ത് കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്താലേ കുറച്ചുകൂടെ ഇത് വരത്തുള്ളൂ. റിയലിസ്റ്റിക്കിലൊക്കെയാണ് ഈ ഒരു തിയറി നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പം നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയാണ് ആ രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ഡ്രസ്സിലൊന്നും സാധാരണ ഇത്രയും ഷെയ്ഡ്സൊന്നും കൊടുക്കാറില്ല. ഇതൊക്കെ ക്യാൻവാസിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ടെക്നിക്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഡ്രസ്സിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ലയിപ്പിക്കാൻ പറ്റും കേട്ടോ. വെള്ളം ചേർത്ത് ഡ്രസ്സിൽ നന്നായിട്ട് ലയിപ്പിക്കാൻ പറ്റും. ക്യാൻവാസിൽ ഇത്രയും ലയിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനി നോസാണ് കേട്ടോ. നോസിൽ ക്യാൻവാസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ക്യാൻവാസ് ചെയ്യാൻ പറ്റും. വെള്ളം കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ മുക്കിയിട്ട് ആദ്യം ഔട്ട്ലൈൻ കൊടുത്തിട്ട് ജസ്റ്റ് ബ്രഷ് വെള്ളം വയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ ഒന്ന് കുറഞ്ഞു വന്നാൽ മതി കേട്ടോ. ചെയ്യാൻ പറ്റും. ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെള്ളം ഒബ്സോർവ് ചെയ്യുന്നതുകൊണ്ടേ അതിങ്ങനെ നല്ല ലയിച്ച് വരും. ക്യാൻവാസ് വലിയ കുഴപ്പമൊന്നുമില്ല മാം. നമ്മൾ ആ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഫെവിക്കോളും ഡിസ്റ്റർബർ ഒന്ന് അടിച്ചതിന് ശേഷമല്ലേ ചെയ്യുന്നത്. അപ്പം ഏകദേശം ആ ഒരു ടെക്സ്ചർ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ ഇടും. ക്ലാരിറ്റി കുറവാണ്. അതെ, കാണില്ല ക്ലിയർ ആയിട്ട്. ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമുള്ള പ്രശ്നമാണ്. ഇന്ന് ക്ലിയർ കുറവാണോ പൊതുവെ? ബ്ലഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നെറ്റ് പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ.
മിന്നു മാം പിങ്ക് ഇട്ടാ മതി. ക്ലിയർ. വൈഫൈ മാം മഴയായതുകൊണ്ട് എന്താണെന്തോ കണക്റ്റ് അല്ലെന്ന് തോന്നുന്നു. ഇപ്പം ഈ മൊബൈൽ മാം അടുത്ത പാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നിടണേ. നോക്കാം. ഇതിൽ മൂക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ മാം വൈഫൈ ഒരു വരയൊക്കെ പറഞ്ഞില്ലേ, അതെന്താ ചെയ്യണത് അപ്പം? ഒരു സെക്കൻഡ് വൈഫൈ ഇടയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്. നെറ്റ് ക്ലിയർ അല്ല. ഒരു സെക്കൻഡ്. മൂക്കിൻ്റെ ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ ജസ്റ്റ് ഇതിൽ കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ മൂക്കിൻ്റെ ഈ ഒരു വി പോലെ വരുന്നില്ലേ, ഈ ഭാഗത്ത് നിന്ന് ഈ കളർ തന്നെയാണ് ലൈറ്റ് കളറ്. ഈ ഐബ്രോസിൽ നിന്ന് മൂക്കിൻ്റെ എൻഡും ഈ ഐബ്രോസിൽ നിന്ന് മൂക്കിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ കൊടുത്തിട്ടില്ലേ, ഇത്രയും ഭാഗം നമ്മളിങ്ങനെ കൊടുത്ത് ഇപ്പോൾ ലൈറ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് കേട്ടോ. കൊടുത്തിട്ട് ഞാനിവിടെ വന്ന് ലയിപ്പിച്ച് അകത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. സാധാരണ നമ്മൾ ഡാർക്ക് ചെയ്യുമ്പം എന്ത് ചെയ്യുന്നു, പുറത്തോട്ടാണ് കൊണ്ടത്. ഇതിപ്പോൾ ലൈറ്റാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനെ അകത്തോട്ട് ഇങ്ങനെ ഫുള്ളി ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചറിൽ കാണിച്ചത് കേട്ടോ. നമ്മൾ സാധാരണ ഷെയ്ഡ് ചെയ്യുമ്പം ഈ ഔട്ടർ കൊടുത്തിട്ട് പുറത്തോട്ട് ഷെയ്ഡ് കൊടുക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് ആയതുകൊണ്ട് ഡാർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യും. ലൈറ്റ് ആയതുകൊണ്ട് ഒരു വര ഇങ്ങനെ കൊടുത്തിട്ട് ഈ വര ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വര കൊടുത്തിട്ട് ബ്രഷിൽ വെള്ളം ചേർത്ത് അകത്തോട്ടാണ് ഷെയ്ഡ് ഫില്ല് ചെയ്തിരിക്കുന്നത് കേട്ടോ. മൂക്കിൻ്റെ നടുക്ക് ഭാഗം നല്ല ലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാം ഒരു ഡൗട്ട് ഉണ്ട്. നമ്മുടെ റിയാലിസ്റ്റിക് പിക്ക് വരയ്ക്കുമ്പോഴല്ലേ കൂടുതലും ഇങ്ങനെ ചെയ്യുന്നത്? മ്യൂറലിൽ നമ്മൾ ഇതല്ല യൂസ് ചെയ്യുന്നത്. സാധാരണ സെറൂലിൻ ചെയ്തിട്ട് പ്രഷ്യൻ ബ്ലൂ വെച്ച് ഡാർക്ക് ടോണിലാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. ഇതിന് ഒന്ന് ചെറിയൊരു ലൈറ്റ് നമുക്ക് ഇന്നലെ ആരോ ചോദിച്ചില്ല, കവിളിലൊക്കെ ചെറിയൊരു കളർ കൂടെ നമുക്ക് കൊടുത്തുകൂടെയെന്ന്. നമ്മൾ അവസാനം ചെയ്തൊരു മ്യൂറൽ തന്നെ തോന്നും കേട്ടോ. ഒരു ചെറിയ ഷെയ്ഡ് കൂടെ കയറ്റിയെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം മ്യൂറലിൻ്റെ സെയിം തരുന്നത്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ മ്യൂറലിൽ ചെയ്യുന്ന ഡാർക്ക് ടോൺ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് ഒന്ന് കവിളിലൊക്കെ ഒരു ചെറിയൊരു ഷെയ്ഡൊക്കെ വരുമ്പോഴേ കുട്ടിക്കൃഷ്ണനല്ലേ, അപ്പോൾ അതിന് കുറച്ചുകൂടെ ഒരു ക്യൂട്ട്നെസ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷെയ്ഡോടെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ. സാരിയിലൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ ഷെയ്ഡിലങ്ങ് പോയാൽ മതി. ഇതിപ്പോൾ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലുള്ള ഭാഗമാണ് ചെറിയൊരു ലൈറ്റ് കളർ കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചുണ്ടിൻ്റെ ഔട്ടർ കേട്ടോ, ചുണ്ടിൻ്റെ ഔട്ടർ, ചുണ്ട് എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതിൻ്റെ ഔട്ടറും നമ്മൾ ആ ഒരു ലൈറ്റ് കളർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മ്യൂറലി ചെയ്യുമ്പം ഫസ്റ്റ് ഇങ്ങനെ സെറൂലിൻ ബ്ലൂവിനെ ലൈറ്റാക്കി അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തിട്ട് പ്രഷ്യൻ ബ്ലൂ വെച്ച് ഔട്ട്ലൈൻ വരച്ച് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മ്യൂറലെല്ലാം അങ്ങനെയാണ്, ഒരു കളർ ലൈറ്റ് കൊടുത്തിട്ട് പിന്നെ ഡാർക്ക് വെച്ച് ഔട്ട്ലൈൻ വരച്ച് ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാനൊരു സ്റ്റെപ്പ് കൂടെ ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അവസാനം റിസൾട്ട് വരുമ്പം നമ്മൾ ആ മ്യൂറലിൽ കാണുന്നത് പോലെ തന്നെ, പക്ഷെ കുറച്ചുകൂടെ അതിൻ്റെ ഒരു കവിളും അല്ലെങ്കിൽ ഭംഗിയിലും വേറൊരു ഷെയ്ഡൂടെ നമുക്ക് കാണാൻ പറ്റും. അത്രയേ ഉള്ളൂ കേട്ടോ. ലിപ്പ് ചെയ്യുമ്പോൾ ലയിപ്പിക്കണോ അതോ ആ കളറിന്റെ ഔട്ട്ലൈൻ മാത്രം വരച്ചാൽ മതിയോ? ഔട്ട്ലൈൻ മാത്രം കൊടുത്ത് ബ്രഷ് വെച്ചൊന്ന് മുകളിലോട്ട് ലയിപ്പിക്കുന്നുണ്ട് കേട്ടോ. കേട്ടോ, ഞാൻ ഇപ്പം മുകളിലത്തെ ഭാഗമാണ് ചെയ്ത് അവിടെ ഒന്ന് ലയിപ്പിച്ചിട്ടുണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ കാണുന്ന പോലെ ഭയങ്കര വിസിബിളൊന്നുമല്ല. നമുക്ക് ഇത്രയും ഒരു ബ്രൈറ്റും കളർ മാറിയിട്ട് ഒരല്പം ലൈറ്റായിട്ട് തോന്നും, അത്രയേ ഉള്ളൂ. കാരണം നമ്മളിതിനകത്ത് കളർ വയ്ക്കുന്നുവെങ്കിലും ഉടനെ എന്ത് ചെയ്യണം, ആ കളറിനെ വെള്ളം വെച്ചൊന്ന് ലയിപ്പിച്ച് കൊടുക്കുകയാണ്. വെള്ളം വെച്ചാണ് ലയിപ്പിക്കുന്നത്, വീണ്ടും കളർ വെച്ചല്ല ലയിപ്പിക്കുന്നത്. അപ്പം എവിടെ നിന്ന് ആ കളർ നമുക്ക് അതിനകത്തോട്ട് സ്പ്രെഡ് ആവുന്നത്, നമ്മൾ ആദ്യം വരച്ച ഔട്ട്ലൈനിൽ നിന്നാണ് സ്പ്രെഡ് ആവുന്നത്. അപ്പോൾ ആ ഔട്ട്ലൈനിങ് ഒട്ടും തന്നെ നമുക്ക് അതിനകത്ത് അതുപോലെ വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഔട്ട്ലൈൻ വരച്ചുകൊണ്ടോ ഈ ഔട്ട്ലൈൻ അങ്ങനെ നിൽക്കുന്നില്ല. ഉടനെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യുന്നത് എന്താണ്, ഈ ഔട്ട്ലൈനെയാണ് ലയിപ്പിക്കുന്നത് കണ്ടോ. അപ്പോൾ ആ ഔട്ട്ലൈനിൻ്റെ ബ്രൈറ്റ് ആയിട്ടുള്ള കളർ എന്ത് ചെയ്യുന്നു, ഈ സ്കിന്നിലോട്ട് ലയിച്ച് കഴിഞ്ഞു. പിന്നെ സ്കിന്നിൽ വെള്ളവും കൂടെ ചേരുന്നുണ്ട്, വളരെ ലൈറ്റായിട്ടൊരു ലൈനേ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ. ആ കളറിനെ നമ്മൾ വെറുതെ വൈറ്റ് ചേർത്ത് ലൈറ്റ് ആക്കാതെ ചെറിയൊരു ഷെയ്ഡ് കൊടുത്ത് ലൈറ്റ് ആക്കിയെന്നേ ഉള്ളൂ കേട്ടോ. കാലിലുമൊക്കെ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് നമ്മളൊന്ന് ഷെയ്ഡ് കൊടുത്ത് ലൈറ്റ് ആക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കയ്യിലൊക്കെ കുറച്ചുകൂടെ ലൈറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് കൊടുത്തിട്ട് ലൈറ്റ് ആക്കാം കേട്ടോ. ഞാനിതൊന്ന് എനിക്ക് ഫേസൊക്കെ മൊത്തത്തിലൊന്ന് ലൈറ്റായിട്ട് വരണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ആക്കിയതേ ഉള്ളൂ കേട്ടോ.
ഇനി ഈ കളറിൽ തന്നെ ഞാൻ കുറച്ച് വൈറ്റും കുറച്ചൊന്ന് ക്രിംസണിലേക്കും കൂടെ ആഡ് ചെയ്യണം. ഈ കളറിൽ തന്നെ കുറച്ചുകൂടെ വൈറ്റ് കേട്ടോ, കുറച്ചുകൂടെ ഒന്ന് വൈറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം 3 ഡ്രോപ്പ് അല്ല 4 ഡ്രോപ്പ് വൈറ്റ്, ഹാഫ് ഡ്രോപ്പും എന്താണ് സെറൂലിൻ ബ്ലൂവും ഹാഫ് ഡ്രോപ്പ് ക്രിംസൺ റെഡും അല്ലേ, അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് എന്നുള്ളിടത്ത് 1 ഡ്രോപ്പ് ക്രിംസൺ റെഡ് എടുക്കാം കേട്ടോ. 4 എന്നുള്ളിടത്ത് 5 or 6 ഡ്രോപ്പ് വൈറ്റ് ആക്കാം കേട്ടോ. 6 ഡ്രോപ്പ് വൈറ്റ്, ഹാഫ് ഡ്രോപ്പ് സെറൂലിൻ ബ്ലൂ, 1 ഡ്രോപ്പ് ക്രിംസൺ റെഡാണ് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റും പിങ്കായിട്ട് വരും കേട്ടോ. ഇതാണ് നമ്മൾ മിക്സ് ചെയ്തില്ല കളറ്. മാം കാണുന്നില്ലല്ലോ. വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്തത് കേട്ടോ. ഒരു ലൈറ്റായിട്ടുള്ള പർപ്പിൾ, നമ്മൾ നേരത്തെ കുറച്ചുകൂടെ ബ്ലൂയിഷ് ആയിട്ടുള്ളതായിരുന്നു, അപ്പോൾ കുറച്ചുകൂടെ പിങ്കിഷ് ആയിട്ടുള്ളത്. വൈറ്റിൻ്റെ അളവ് കുറച്ച് കൂടുതലാണ് കേട്ടോ. നമ്മളിതൊന്ന് ഉണങ്ങി വരുമ്പോൾ, ഭയങ്കരമായിട്ട് ഇത് വേണ്ട, ഉണങ്ങി വരുമ്പോൾ ഈ കവിളിൽ നമ്മൾ ചെറുതായിട്ട് കണ്ടോ, ഈ ഒരു ഭാഗത്ത് മാത്രം, ഒരുപാട് കൊടുക്കരുത്, ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് മാത്രം കേട്ടോ ഒന്ന് കൊടുത്തിട്ട് ബ്രഷ് ഉടനെ തന്നെ വെള്ളത്തിൽ മുക്കി ചെറുതായിട്ട് കേട്ടോ, ബ്രഷ് വെള്ളത്തിൽ മുക്കി മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ലയിപ്പിച്ച് കൊടുക്കണം. ഈ ചുണ്ടിൻ്റെ 2 അറ്റത്തും വരുന്നൊരു കളറിൽ നിന്ന് കവിളിലോട്ട് ചെറുതായിട്ട് കേട്ടോ. നമുക്ക് ഡാർക്ക് ഷെയ്ഡൊക്കെ വരുമ്പോഴാണ് ഇതെടുത്ത് കാണിക്കുന്നത്. ഇതിനെ നമ്മൾ ഈ കളറിൻ്റെ വെള്ളം ചേർത്ത് ഇതിൻ്റെ ലൈറ്റ്നെസ് മാക്സിമം കുറച്ചോളണം. നമുക്കവിടെ അങ്ങനെ ചെയ്തു എന്ന് തോന്നാത്ത രീതിയിൽ മാക്സിമം ചെയ്ത് നോക്കണം. നമ്മൾ ഈ കളറിൽ തന്നെ കുറച്ചുകൂടെ ഒന്ന് വൈറ്റും കുറച്ചുകൂടെ ഒരു ക്രിംസൺ റെഡും ചേർത്ത് തന്നേ ഉള്ളൂ കേട്ടോ. ഏകദേശം കളറ് സെയിം തന്നെയാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യുമ്പോൾ വലിയൊരു എഫക്റ്റൊന്നും മാറ്റം തോന്നത്തില്ല. ഡാർക്ക് കൂടെ ഇടുമ്പം നമുക്ക് ആ ഷെയ്ഡ് വരുമ്പോൾ നല്ല വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇതിപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നനഞ്ഞിരിക്കുന്ന പ്രതലത്തിലാകുമ്പോൾ നല്ലപോലെ ലയിക്കും. മറ്റത് അല്ലെങ്കിൽ ആ കളർ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും, ഈ കളർ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. കണ്ണിൻ്റെ താഴെ വേണ്ട. മാം ക്ലാസ് കഴിയുമ്പോൾ ഒരു ഫോട്ടോയും കൂടി ഇപ്പം ഞാൻ ഒരു ഫോട്ടോ നെറ്റ് ഇഷ്യൂ എന്തോ ആണ് മാം, മഴ ആയതുകൊണ്ടേ. നെറ്റ് അല്ല, ഇവിടെ നെറ്റ് വൈഫൈ കണക്റ്റ് ആവുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇത് ക്ലാസ് എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചതാണ്. വൈഫൈ ഒട്ടും ക്ലിയർ കിട്ടുന്നില്ല അല്ലേ. എനിക്ക് വോയിസും നല്ലതായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് ഇഴഞ്ഞ മാം അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാമോ? ഞാനൊന്ന് ഫോട്ടോ ഇടാവേ. ഫേസ് മതിയല്ലോ. യെസ് മാം. ഫോട്ടോയിൽ ഒരു ചെറിയ ഇതുണ്ട്, സൂമിലിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അതിനകത്ത് ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഗുഡ് ഈവനിങ് മാം.
നാളെ നമുക്ക് ഒരു 8 o'clock 7:30 ഒക്കെ ആകുമ്പോൾ ക്ലാസ് വയ്ക്കട്ടെ. ചിലപ്പോൾ 2 മണിക്കൂർ എടുത്താലേ നാളത്തെ ക്ലാസ് തീരത്തുള്ളൂ. ലാസ്റ്റ് ക്ലാസ് അല്ലേ, നെറ്റ് ഇഷ്യൂസ് ആയതുകൊണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അടുത്ത് ബ്ലാക്കൊക്കെ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അടുത്തൊരു ചുണ്ടൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അത് നന്നായിട്ട് ഉണങ്ങണം. വെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിനകത്തും ചുണ്ടിനകത്തൊക്കെ ഒന്ന് സ്പ്രെഡായിരിക്കും ക്ലോത്തിലായതുകൊണ്ട്. അപ്പം നമുക്ക് അടുത്ത ഡാർക്ക് ഷെയ്ഡ് തന്നെ ചിലപ്പോൾ ഇന്ന് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ നമുക്കൊരു ക്ലാസ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു ഫേസിൻ്റെത് കേട്ടോ. അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പം തന്നെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് സമയം അതിന് വേണ്ടി എടുത്തു. നമ്മളിത് വെള്ളം മാത്രമാണ്, പക്ഷേ ഇതിന് കളറ് ഇങ്ങനെ ആയി വരുന്നതാണ് കേട്ടോ. അത് ഉണങ്ങി വരുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇതിലെല്ലാം. വളരെ ഒരു ഡിമ്മായിട്ടുള്ളൊരു കളറാക്കിയിട്ടുണ്ട്. നമുക്ക് നിന്ന് ഉണങ്ങിയാലേ അവിടെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു പിക്ചറ് ഞാനൊന്ന് മാറ്റിയിട്ട് കണിക്കൊന്നയുടെ ഇതൊന്ന് ഉണങ്ങാനായിട്ടുള്ളൊരു സമയം ഞാനപ്പോൾ ഇതിൻ്റെ ഒരു പ്ലീറ്റ് അങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് കണിക്കൊന്നയുടെ മൈപ്പീരിയയുടെയും ഒന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. നമുക്ക് ഇത് ലയിപ്പിച്ചപ്പോ മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നോ? മൂക്കിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നില്ല, അവിടെ കവിളിൽ കൊടുത്തിട്ടുള്ളൂ. മൂക്കിൻ്റെ ഇവിടെയും കണ്ണിൻ്റെ ഇവിടെയും ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. പഴയ ബ്ലൂ തന്നെ. കാണില്ല കാരണം ചേച്ചി. പക്ഷേ പതല്ല ബ്ലൂവിന് പകരം ഏത് ബ്ലൂ ആയിരുന്നു എടുക്കണ്ടേ? സെറൂലിയൻ ബ്ലൂ ആണ്. സെറൂലിയൻ ബ്ലൂ, പതല്ല ബ്ലൂ അല്ലെങ്കിൽ സെറൂലിയൻ ബ്ലൂ. സെറൂലിയൻ ബ്ലൂ ഇല്ലെങ്കിൽ വൈറ്റിൻ്റെ അളവ് കൂട്ടിയത്. പ്രഷ്യൻ ബ്ലൂ ഏകദേശം സെറൂലിയൻ ബ്ലൂവിൻ്റെ അളവ് തന്നെ കേട്ടോ. ഒരു 3 ഡ്രോപ്പ് ബ്ലൂവിൻ്റെ കൂടെ 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കളർ സെറൂലിയൻ ആണ് കേട്ടോ. മാം ഒന്നും കൂടി പറയോ എന്തിന്റെ കൂടെ? ഒരു മിനിറ്റ് മാം. അത് കുറച്ച് മാറ്റി. റഷ്യൻ ബ്ലൂ ഇല്ലേ മാം, 1 ഡ്രോപ്പ് 3 ഡ്രോപ്പ് പറയാം മാം. 3 ഡ്രോപ്പ് വൈറ്റും 1 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂവും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സെറൂലിയൻ ബ്ലൂ ആവും കേട്ടോ. ഏകദേശം സെറൂലിയൻ ബ്ലൂ ഇല്ലാത്തവർക്ക് പെട്ടെന്ന് വാങ്ങാൻ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. 1 മിനിറ്റ് ഞാൻ അടിയിൽ ഇതുകൂടെ വെച്ചോട്ടെ. കണിക്കൊന്നയാണ്. 1 മിനിറ്റ് ഞാനത് നീക്കിയിട്ട് ഞാൻ മറ്റേ ചെറിയ പിക്ചർ ഇടാവേ. ഞാൻ പുറത്തായിരുന്നു, വന്ന ഉടനെ ക്ലാസ് എടുക്കുകയാണ് കേട്ടോ. എനിക്കത് വരച്ചിടാനുള്ള സമയം കിട്ടില്ല. ഇന്ന് രാത്രി തന്നെ ഇട്ടേക്കാം കേട്ടോ. മറന്നു പോയത് കൊണ്ടല്ല, പറ്റിയില്ല. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് ഫുള്ള് സാറ്റർഡേസ് ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഉണങ്ങിയിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. ഇതിന് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടി നമ്മൾ എടുക്കുന്ന കളറ് ഇതിൻ്റെ ഷെയ്ഡുണ്ട്, നമുക്ക് രണ്ടാമത് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ സാപ്പ് ഗ്രീനും വൈറ്റും കൂടെയാണ് എടുക്കുന്നത് കേട്ടോ. സാപ്പ് ഗ്രീനും വൈറ്റും കൂടെ. സാപ്പ് ഗ്രീൻ മിക്സിങ് ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു. അപ്പോൾ സാപ്പ് ഗ്രീൻ ഇല്ലാത്തവർക്ക് അങ്ങനെ അങ്ങ് മിക്സ് ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് രണ്ട് കളറ് സെപ്പറേറ്റ് ആണ് എടുക്കുന്നത്, ഒന്നിച്ച് മിക്സ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മളിപ്പം ചെയ്യുന്ന പോലെ മ്യൂറലിൽ ഇല്ലാത്തൊരു ടെക്നിക്കാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് കൊടുക്കുന്നത്. നമുക്ക് എപ്പോഴും കണിക്കുന്ന എടുത്ത് നിൽക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാരിയിൽ ഒരു ഭംഗി ഉണ്ടാവത്തില്ല കേട്ടോ. അപ്പോൾ കണിക്കുന്ന പൂ ചെയ്യുമ്പം അതിനൊരു ഭംഗി ഉണ്ടാവണമെങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടത്, ഇതിനകത്ത് കണിക്കുന്നതിൽ ഞാൻ സാബ്രീനിൽ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. സാബ്രീൻ കുറച്ച് കട്ടിക്ക് തന്നെയാണ്. അതുപോലെ വൈറ്റ് എടുത്തപ്പോഴും ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. വൈറ്റ് 2 സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, കാണാമല്ലോ നിങ്ങൾക്ക്. 2 സെപ്പറേറ്റ് ആണ് എടുത്തിരിക്കുന്നത്.
എടുത്തിട്ട് നമ്മൾ ഒരു സീറോയുടെ അല്ലെങ്കിൽ സീറോയുടെ ബ്രഷ് എടുക്കാം, അല്ലെങ്കിൽ ഒരു 1ൻ്റെ ബ്രഷ് ആയാലും കുഴപ്പമില്ല കേട്ടോ. എടുത്തിട്ട് നമ്മളിത് സാബ്ഗ്രീൻ കേട്ടോ, ബ്രഷിൽ നമ്മൾ വെള്ളത്തിൽ മുക്കുന്നതുകൊണ്ട് ബ്രഷിൽ ചെറിയൊരു വെള്ളമുണ്ട്, ആ ഒരു വെള്ളം മാത്രമേ ഉള്ളൂ, അതും കൂടിപ്പോകും. ഇതിനകത്തിപ്പോൾ വെള്ളം കൂടിപ്പോയി, കാരണം നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ ഞാൻ ചെയ്യുന്ന ഭാഗം? നമുക്ക് വെള്ളമില്ലാത്തത് കൊണ്ട് തന്നെ ചെയ്യാൻ ഇച്ചിരി പാടാണ്, കാരണം സാരിയിൽ ഇച്ചിരി ഇത് വരണ്ട. ഈ ഒരു ഭാഗമാണ് നമ്മളിപ്പം ഇവിടെ നമ്മൾ കുറച്ച് ഭാഗം ചെയ്ത് ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയ ബ്രഷ് വെച്ച് നിങ്ങൾ ഔട്ട്ലൈൻ വരച്ചാലും മതി. കണ്ടോ, ഇങ്ങനെ നമ്മളൊന്ന് വരയ്ക്കുന്നു കേട്ടോ. വരച്ച് ആ ബ്രഷ് വെച്ച് തന്നെ മാക്സിമം നമ്മളതിനെ ഒന്ന് സാരിയിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ലയിപ്പിച്ചെടുക്കുമെന്ന് പറയും. നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അത് കുറച്ച് കട്ടിക്കുള്ളൊരു കളറാണ്. ആ കളറിനെ നല്ല പോലെ ഒന്ന് ലയിപ്പിച്ചാൽ മതി കേട്ടോ. ബ്രഷ് ഇച്ചിരി നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 1ൻ്റെയോ 2ൻ്റെയോ ഒക്കെ ചെറിയ ബ്രഷ് നോക്കിയും എടുക്കും, കുറച്ച് വലിയ ബ്രഷ് നോക്കി ആദ്യം ഔട്ട്ലൈൻ വരയ്ക്കാൻ നമുക്ക് ചിലപ്പോൾ. ഇനി ഇതിൽ ഇതാ ചെറുതായിട്ടൊന്ന് വൈറ്റ് കൊടുത്ത് ഇതിൻ്റെ എൻഡിൽ കേട്ടോ, ഈ ഒരു കളറുമായിട്ട് എൻഡിലോട്ടാണ് വൈറ്റ് കൊടുത്ത് ഇതിനോട്ടൊന്ന് ലയിപ്പിച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് നമ്മളിതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ ഔട്ടർ, ഇതിൻ്റെ 4 സൈഡ് നമ്മളെല്ലാം ചുറ്റുമുള്ള ഭാഗം ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സാബ്ഗ്രീൻ മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ ഔട്ടർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ചിലപ്പോൾ ചെറിയ വള്ളികളൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ഇടുന്ന സമയത്ത് ക്ലിയർ ആക്കി എടുക്കും. ഇത് നല്ല ഡ്രസ്സിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എഫക്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ 3D പൂ നിൽക്കും പോലെ നമുക്കൊരു എഫക്റ്റ് വരും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കളിക്കുന്ന പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ അടുത്ത് വെക്കാവോ മാം ക്യാമറ പിക്ചറിനോട്? ഇപ്പോൾ ഓക്കെ ആണോ? ഇപ്പം ക്ലിയർ ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ മാം. നമ്മളിത് ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ വള്ളികളുണ്ട്, അതൊന്ന് ഒഴിവാക്കി വിട്ടിട്ട് ബാക്കിനെല്ലാം ഇടാം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ സാബ്ഗ്രീന് മാത്രം അങ്ങ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ പൂവിൻ്റെ ഷേപ്പൊക്കെ കൊടുക്കുന്നത് ചെറിയ ബ്രഷ് വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ തൊട്ട് ചെറിയൊരു വെള്ളം മതി കേട്ടോ. ഒരുപാട് വെള്ളമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പൂവിലൊക്കെ കയറാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഔട്ടറിൽ ചെയ്യുമ്പോൾ ഒട്ടും വെള്ളം വേണ്ട, ചിലപ്പോൾ അത് സ്പ്രെഡായി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കണമെന്നില്ല കേട്ടോ. ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വേണമെങ്കിൽ സാബ്ഗ്രീൻ കൊണ്ട് വരച്ചിട്ട് ആ രീതിയിലങ്ങ് ഫില്ല് ചെയ്താലും മതി കേട്ടോ. പക്ഷെ നമുക്കിങ്ങനെ ഫില്ലിങ് മാത്രമാണെങ്കിൽ ചെറിയൊരു വെള്ളം ചേർക്കാം കേട്ടോ. ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ ആദ്യം വരച്ച് ഇതിൻ്റെ ഇടയിലൊക്കെ സാബ്ഗ്രീൻ ഒന്ന് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ 2 ഡ്രോപ്പ് കളറിന് 1 ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം ചേർക്കുക ഈ ഇടയ്ക്കുള്ള ഭാഗങ്ങളിൽ. നമ്മൾ ഈ ലൈറ്റ് കളേഴ്സ് ചെയ്യുമ്പം ഡാർക്ക് കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് വന്നാലേ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. നിങ്ങൾ ഈ ഒരൊറ്റ പിക്ചർ മതി, അതായത് നമ്മൾ ഈ ഒരു പിക്ചർ മതി, അത് ഭയങ്കര രസമായിട്ട് സാരി കാണും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു സാരിയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റായിട്ട് തോന്നുകയും ചെയ്യും. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് നമ്മൾ ഇതിൻ്റെ സാബ്ഗ്രീനാണ് കേട്ടോ. ഞാനിതൊരു കസ്റ്റമറിന് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്ത് നല്ല രസമുണ്ടായിരുന്നു അവരുടെ. ഇപ്പോഴല്ല മുമ്പ് ചെയ്ത് കൊടുത്ത ഒരിതാണ്. ഇതിൻ്റെ ഇടയിൽ തണ്ടുകളൊക്കെ നമുക്ക് വരയ്ക്കണം, അത് നമുക്ക് ലൈറ്റ് കളർ വെച്ച് വരച്ചു കൊടുക്കാം കേട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഫുള്ളായിട്ടങ്ങ് ഫില്ല് ചെയ്താലും കുഴപ്പമില്ല. ഏതാ? അകത്ത് സാബ്ഗ്രീൻ മാത്രമാണ്, വൈറ്റ് ചേർത്തിട്ടില്ല കേട്ടോ. ഔട്ടറാണ് നമ്മൾ ഈ ലയിപ്പിക്കാനാണ് വൈറ്റ് ചേർക്കുന്നത് കേട്ടോ. അതിനെ ഒന്ന് ലൈറ്റായിട്ട് നമ്മൾ വെള്ളം ചേർത്ത് ലൈറ്റ് ആക്കുന്നതിന് പകരം വെള്ളം ചേർത്താൽ ചിലപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരുമാതിരി കറ വീണ പോലത്തെ ഒരു പാട് വരത്തില്ലേ, അങ്ങനെ ചിലപ്പോൾ നമുക്ക് നന്നായിട്ട്. ഇപ്പം ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് വൈറ്റ് ചേർക്കാതെ വെള്ളം ചേർത്ത് തന്നെ സ്മജ് ചെയ്ത് പോവും. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് എവിടെ വെച്ചാണ് അത് ലയിപ്പിച്ചെന്ന് അറിയാൻ പറ്റും. ഒരുമാതിരി പാട് പോലെ നമ്മളിങ്ങനെ ചായക്കറിയൊക്കെ വീഴുന്നൊരു ഇതുണ്ടല്ലോ,
അതുപോലെ ആയിപ്പോൾ അത് വരാതിരിക്കാനാണ് വൈറ്റ് ചേർത്ത് ലയിപ്പിക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്ത് ലയിപ്പിച്ച് നമ്മൾ പെയിൻറ്റിങ് ക്യാൻവാസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിപ്പം ഇതിൻ്റെ ബാക്കിലാണെങ്കിൽ വാട്ടർ ചേർത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതാണ് കുറച്ചുകൂടെ ഇതായിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വരെ ഞാൻ ഇവിടെ ഒന്ന് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഒരു സൈഡിൽ കുറച്ചാണ് പോകുന്നത്, അപ്പർ സൈഡ് ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് ചെയ്ത് പോകുന്നില്ല. ഒരു സൈഡ് കുറച്ച് ചെയ്താണ് പോകുന്നത് കേട്ടോ. ഈ ഒരു ഭാഗം അത്രയും ചെയ്ത് പോകാം. ഈ പൊതുവെ രാത്രിയൊക്കെ ഇരുന്നാണ് ഞാൻ കൂടുതലും വരയ്ക്കുന്നത് കേട്ടോ ഒരു ക്ലാസ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ഭയങ്കര ചൂട് നമുക്ക് അഡ്ജസ്റ്റ്. ഞാൻ ഇരിക്കുന്ന റൂം ഭയങ്കര ചൂടാണ്, റോഡ് സൈഡിലുള്ള റൂമാണ്. അപ്പോൾ അത് ചൂട് അടിച്ചു താഴോട്ട് ഞാനിന്ന് കുറച്ചൊക്കെ ഇന്ന് താഴത്തെ റൂമിലോട്ട് നമുക്ക് സ്റ്റെപ്പ്, വീടിനകത്ത് തന്നെ പല സ്റ്റെപ്പുകളാണ്. അപ്പോൾ താഴത്തെ സെക്ഷനിലോട്ട് മാറുകയെന്ന് ചെയ്യും. രാത്രി ഒന്നും വരയ്ക്കാൻ പറ്റില്ല. മുമ്പൊക്കെ ഞാൻ രാത്രി എത്ര നേരം ഇരുന്ന് വരയ്ക്കും. ചൂട് ഭയങ്കര ചൂടല്ലേ എല്ലായിടും. അങ്ങോട്ടൊക്കെ ഭയങ്കര ചൂടാണോ? പാലക്കാടൊക്കെ നല്ല ചൂടായിരിക്കും അല്ലേ? ചൂടാണ്. ചെറിയൊരു മഴ പെയ്തു അത് ഇരട്ടിയായിട്ട് ചൂടായി, ഭയങ്കര ചൂടാണ്. അല്ല മാം, ബാംഗ്ലൂരിലൊക്കെ നോർമലാണ് ക്ലൈമറ്റ്? അത് ബാംഗ്ലൂർ ചൂടാ മാം ഈ വർഷം. ഭയങ്കര ചൂടാണല്ലേ? നോർമലി ഇത്ര ചൂട് ഉണ്ടാവാറില്ല. ഓ, ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ചൂടായിട്ടോ, വല്ലാത്തൊരു ചൂട്. ഞങ്ങൾക്ക് ഇവിടെ പൊതുവെ ചൂടില്ലാതെ കാരണം ഈ വർഷം സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. 34 ഒക്കെയാണ്. എനിക്ക് രാത്രി അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഇറിറ്റേഷനാണ്. ബെഡ്റൂംസിൽ മാത്രമല്ലേ AC നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കൊണ്ട് ലൈറ്റ് വിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പകലൊക്കെ ഇതൊക്കെ വാരി എടുത്തുകൊണ്ട് പോകാനും ഭയങ്കര മടിയാണ്. അപ്പൊ ഇതിന്റെ തണ്ട് എങ്ങനെയാ വരിക? തണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് കാണിക്കും കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെറിയ ഈ ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ചെറിയൊരു ഇത് വരുന്നില്ലേ ഇതിനകത്ത് പോലെ, അതിൻ്റെ ഔട്ടറിലാണ് കൊടുത്തത്. അതിനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ഒഴിവാക്കി വിട്ടില്ല, നമുക്കത് ഔട്ടായി പോയി എങ്കിൽ നമുക്ക് കളർ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഫില്ലായിപ്പോയി എന്ന് വെച്ചോ, വിഷമിക്കേണ്ട. നമുക്ക് ഇതിൻ്റെ ലൈറ്റ് കളേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെയൊക്കെ തണ്ട് വരയ്ക്കും. തണ്ട് വരയ്ക്കാൻ ചെയ്യുന്ന സമയത്ത് കാണിച്ചില്ല, അതുപോലെ ഇതൊന്ന് ചെയ്താൽ മതി. ഏതെങ്കിലും ഭാഗം നമുക്ക് ഒഴിവായി പോവുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൂടെ കളർ കയറി അങ്ങ് ഫില്ലായി പോവുകയാണെങ്കിൽ ആ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ. ഒഴിവാക്കി ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ ഔട്ടർ വരയ്ക്കുന്നത് ചെറിയ ബ്രഷും വെച്ചിട്ട് 000 വെച്ചിട്ട്, മറ്റേത് 1 or 2. ഞാനിത് കുറച്ചിങ്ങനെ കുറ്റിയായിട്ടുള്ളൊരു ബ്രഷാണ്. എന്ന് പറഞ്ഞാൽ പോയിൻറ്റഡ് ബ്രഷല്ല, കുറച്ചുകൂടെ സ്റ്റിക്കായിട്ടുള്ള ബ്രഷാണ്. ഇങ്ങനെ തേച്ച് തേയണം. ഈ ക്ലോത്തിൽ ക്യാൻവാസിലൊക്കെ നമ്മൾ റൗണ്ട് ബ്രഷ് എടുത്ത് എളുപ്പം തേഞ്ഞ് പോകും കേട്ടോ. അതിങ്ങനെ തേഞ്ഞ് പോകും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ബ്രഷസൊക്കെയാണ് ഈ സാരികളിലൊക്കെ ഉപയോഗിക്കുന്നത്. ക്യാൻവാസിൽ നല്ല സ്മൂത്ത് ചെയ്ത് ഉപയോഗിക്കുന്ന ബ്രഷുകൾ ഉപയോഗിക്കാറില്ല. അത് പിന്നെ നമുക്ക് പിന്നെ ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബ്രസിൽസ് എല്ലാം അങ്ങ് പോകും. ഇതിപ്പോൾ ഞാൻ കളർ വെച്ചതിന് ശേഷം ജസ്റ്റ് ബ്രഷ് വെച്ച് നന്നായിട്ട് ഇങ്ങനെ അതിനെ ഒന്ന് സ്മജ് ചെയ്യാനായിട്ട്, വൈറ്റ് ചേർത്തിട്ടില്ല, നന്നായിട്ടൊന്ന് സ്മജ് ചെയ്യാൻ കേട്ടോ. ഇനി ഞാൻ ഈ കളറൊന്ന് തൊട്ടിട്ടാണ് വൈറ്റിലോട്ട് തൊടുന്നത് കേട്ടോ. ഇതിൻ്റെ എൻഡിലാണ് വൈറ്റ് തൊടുന്നത്.
ഈ രീതിയിലാണ് വരുന്നത് കേട്ടോ. നല്ലതായിട്ടൊന്ന്, അഥവാ എവിടെയെങ്കിലും നമുക്കിങ്ങനെ നല്ല ലയിച്ച് വരുന്നില്ല എങ്കിൽ ബ്രഷ് നല്ലപോലെ വെള്ളത്തിൽ തൊട്ടിട്ട് ഡ്രൈ ആക്കി ആ ഭാഗത്തോട്ടൊന്ന് ലയിപ്പിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ബ്രഷ് വെള്ളത്തിൽ തൊട്ടതാണ്. അപ്പോൾ എവിടെയെങ്കിലും കളറിങ്ങനെ യോജിക്കാതെ വേറൊരു ലെവലിൽ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് ലയിപ്പിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും കേട്ടോ. ഇത് ഈ അറ്റത്തോട്ട് ചെയ്യുന്നത് ഇതുകൂടെ നമ്മൾ ചുറ്റും അങ്ങ് ചെയ്തെടുക്കും കേട്ടോ. ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇനി ഇവിടെ തണ്ട് വരയ്ക്കാനുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് സാബ് ഗ്രീൻ വരച്ച് കാണിക്കാം കേട്ടോ. നമ്മളുടെ ഒരു ഡാർക്ക് ഗ്രീനൊക്കെ ഉണ്ട്. ഡാർക്ക് ഗ്രീനൊക്കെ ഭയങ്കര ഒരു എടുപ്പായിപ്പോവും. സാബ് ഗ്രീൻ എന്ന് പറയുന്നത് ഒരു ബേൺസിനേക്ക് വരുന്നൊരു കളറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചൊന്ന് എന്തായിരിക്കും, കുറച്ച് ഒരു ഡൾ കളറാണ്. അത് കുറച്ച് ഡാർക്കും ആയിരിക്കും. അത് വരുമ്പോഴേ ഈ മഞ്ഞ കളർ നന്നായിട്ട് എടുത്ത് കാണിക്കുള്ളൂ കേട്ടോ. മഞ്ഞ കളർ എടുത്ത് കാണിക്കണമെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് ഇതായിട്ടുള്ള കളർ തന്നെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് സാബ് ഗ്രീൻ. നമ്മൾ ചിലപ്പോൾ ഡാർക്ക് ഗ്രീനൊക്കെ ഉപയോഗിച്ച് അത്രയും ഭംഗി വരത്തില്ല. അപ്പോൾ അകത്തൊക്കെ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചെയ്യും. ഇവിടെ 2 ഇല വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ലീഫ് നമ്മളിന്നലെ പറഞ്ഞതുപോലെ ഒരു ലൈറ്റ് ഗ്രീനാണ്. ലൈറ്റ് ഗ്രീന് ഞാൻ ഇന്നലെ പറഞ്ഞു. നമുക്ക് ലെമണില ആണെങ്കിൽ ഒരു 3 ഡ്രോപ്പ് ലെമണിലയുടെ കൂടെ ഒരു 1/2 ഡ്രോപ്പ് ബ്രഷിംഗ് ബ്ലൂ ചേർത്താൽ മതി കേട്ടോ. ഒരു 1/2 ഡ്രോപ്പ് ചേർത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് ഗ്രീൻ നന്നായിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ ഒരു കൂടെ ഉണ്ട്, വിട്ടുപോയതാണ് ചെയ്യുന്നത്. ഇതിലൊക്കെ നമ്മൾ ഓൾറെഡി യെല്ലോ ഔട്ട്ലൈൻ വരച്ചിട്ടുള്ളതുകൊണ്ട് ഡയറക്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാണ്. ലൈറ്റ് ഗ്രീൻ നമ്മളെപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ പടത്തിൽ പഠിച്ചു, കൃഷ്ണൻ്റെ ആ പടത്തിൽ ലൈറ്റ് ഗ്രീൻ വരുമ്പോൾ 2 ഡ്രോപ്പ് കളറിന് 1 ഡ്രോപ്പ് കളറിന് 2 ഡ്രോപ്പ് എന്നുള്ള അളവിൽ വാട്ടർ ചേർത്തുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈറ്റ് ഗ്രീനാണ്. ലൈറ്റ് ഗ്രീൻ്റെ കോമ്പിനേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 3 ഡ്രോപ്പ് ലെമണയുടെ 1/2 ഡ്രോപ്പ് എന്ത് ചെയ്താൽ മതി, 1/2 ഡ്രോപ്പ് പ്രഷ്യൻ ബ്ലൂ ചേർത്താൽ അത് കേട്ടോ. അപ്പോൾ നമുക്ക് ലൈറ്റ് ഗ്രീൻ കിട്ടും. ആ കളറ് 2 ഡ്രോപ്പ് വാട്ടറിൻ്റെ കൂടെ 1 ഡ്രോപ്പ് കളറ് കേട്ടോ. അത്രയും മതി. ആ രീതിയിൽ
നമുക്കിത് ഇതിൻ്റെയൊക്കെ ഒരു സെൻട്രലായിട്ട് ചെറിയൊരു ഗ്രീനിഷ് കേട്ടോ, സെൻട്രൽ പോർഷനിൽ ചെറിയൊരു ഗ്രീനിഷ് നമ്മൾ കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു കുത്തുപോലെ കേട്ടോ. ഈ കണിക്കുന്ന പൂവിൻ്റെയൊക്കെ സെൻട്രൽ പോർഷനിലായിട്ട് ചെറിയൊരു ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ തണ്ടിൽ നല്ലതായിട്ട്, തണ്ടെല്ലാം നമ്മൾ ലൈറ്റ് ഗ്രീൻ വെച്ചാണ് ഇപ്പം വരച്ചെടുക്കുന്നത്. ഇങ്ങനെ വരുന്ന തണ്ടുകൾ ഈ സൈഡും ഒക്കെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പിന്നീട് നമ്മൾ ഫിനിഷിങ് കൊടുക്കുമ്പോൾ തണ്ടെല്ലാം അങ്ങ് മാഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിലും കുറച്ച് ഗ്രീൻ കയറ്റി കൊടുത്തിട്ട് പിന്നെ ചെയ്താൽ മതി കേട്ടോ. ഈ ഓരോ പൂവിൻ്റെയും താഴോട്ടുള്ള മുട്ടുപോലുള്ള പൂവിൻ്റെ താഴെ ഒരു ചെറിയൊരു തണ്ടിൻ്റെ ഭാഗം കാണിക്കുന്നുണ്ട്. മുഴുവൻ പൂവിലാണ് നമ്മൾ ചെറുതായിട്ടൊരു ഗ്രീൻ നടുക്ക് വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ ലൈറ്റ് ഗ്രീനാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വെള്ളം നമ്മൾ ഡയറക്റ്റ് ഇപ്പോൾ എൻഡിലോട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് വെള്ളം കുറച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ സ്പ്രെഡ് ആവാൻ സാധിക്കും. നമുക്ക് ഫില്ല് ചെയ്യാനാണ് 2 ഡ്രോപ്പ് വാട്ടറും 1 ഡ്രോപ്പ് കളറിന് ചേർക്കുന്നത്, ഇരട്ടി അളവിൽ ചേർക്കുന്നത്. നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാനാണെങ്കിൽ കളറിൻ്റെ പകുതി അളവിലാണ് വാട്ടർ എടുക്കുന്നത്. ഇപ്പോൾ 2 ഡ്രോപ്പ് കളർ എടുക്കുമ്പോൾ 1 ഡ്രോപ്പ് വാട്ടറാണ്. അപ്പോൾ ഈ അറ്റത്തോട്ടൊക്കെ ഔട്ട്ലൈനിങ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊന്ന് കൺട്രോൾ ചെയ്തോളണം കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടേക്ക് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഈ അറ്റത്തോട്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഔട്ട്ലൈനിങ് ചെയ്യാനായിട്ട് വെള്ളം ഹാഫും കളറിൻ്റെ ഹാഫും ഫില്ല് ചെയ്യാനായിട്ട് ഇരട്ടി അളവുമാണ് കേട്ടോ. നോട്ട് പറയുമ്പോൾ ഞാനത് പറയാം, അത് ശ്രദ്ധിച്ചോളൂ. ഒരേ കളർ തന്നെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന 2 സ്ഥലങ്ങളിൽ 2 സാഹചര്യങ്ങളിലായിരിക്കും. അപ്പം വാട്ടർ നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം യൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ 2 പൂവിൻ്റെ ഒരു പെറ്റൽസിന് ഞാൻ യെല്ലോ ചെയ്യാനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഭാഗം ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് പിന്നീട് ചെയ്യാം. നമുക്ക് അടുത്ത് കണിക്കുന്ന പൂവിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം കേട്ടോ. നമുക്ക് അതിന് വേണ്ടി നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കളർ ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് കളറാണ് അതിൻ്റെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളർ. സ്റ്റെമ്മിന് ഗ്രീൻ കൊടുത്താൽ മതിയോ? സ്റ്റെമ്മിനും കൊടുത്തിട്ടുണ്ട് മോളെ. ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഡിസൈൻസ് പോലെ കൊടുത്തിട്ടില്ല, അതിൻ്റെ വള്ളി പോലെ വരുന്നത് ആ ഭാഗത്തും എല്ലാം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് ഗ്രീനാണ് കൊടുത്തിരിക്കുന്നത്. മാം ഇതിന്റെ കൂടെ പിക്ചർ ഇടണേ മാം, ക്ലാസ് കഴിയുമ്പോൾ. ഇപ്പം ഇടാം. ഇനി ഓറഞ്ച് കളറാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത്. ഓറഞ്ചും ക്രോമെല്ലാം എടുക്കുകയാണ് കേട്ടോ. ഓറഞ്ചും ക്രോമെല്ലോ രണ്ടും സെപ്പറേറ്റ് എടുക്കുകയാണ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്തിപ്പോൾ ഇത് ചെയ്തതുപോലെ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയല്ല ചെയ്യുന്നത്, പകരം
ഇതിപ്പോൾ നമ്മൾ 2 ഡ്രോപ്പ് ആദ്യം നമുക്ക് ഇതിനൊരു ചെറിയ ഷെയ്ഡാണ് 2 ഡ്രോപ്പ് ക്രോമെല്ലാം എടുക്കുമ്പോൾ ഒരു ഹാഫ് ഡ്രോപ്പ് ജസ്റ്റ് ഒരു ഹാഫ് ഡ്രോപ്പ് ഓറഞ്ച് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് കട്ടിയാണ്, അപ്പോൾ കളറിൻ്റെ മിക്സിങ് കറക്റ്റായിട്ട് വരില്ല. കുറച്ചൊരു ലൈറ്റ് ഓറഞ്ച് ആക്കിയാണ് കേട്ടോ. വളരെ ലൈറ്റായിട്ടൊരു ഓറഞ്ച് എടുക്കാനാണ്. നമുക്ക് കിട്ടുന്ന ഓറഞ്ച് കുറച്ച് ഡാർക്കായിരിക്കും, അപ്പോൾ ആ കളറിനെ ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയാണ് ലൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്രോമെല്ലയും ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കേട്ടോ. ഇനി 00യോ 000യോ ബ്രഷ് എടുക്കുക. എടുത്തതിന് ശേഷം നമ്മളിവിടെ ഒരു ഗ്രീൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ ഔട്ട്ലൈൻ വരയ്ക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഇത് ഈ ഒരു ഭാഗത്ത് കൊടുക്കുന്നു. കാണാമല്ലോ എല്ലാവർക്കും. ഈ ഒരു ഭാഗത്ത് ഈ ഒരു കളർ കൊടുക്കുന്നു, നടുക്ക്. ഉടനെ തന്നെ ബ്രഷ് വെള്ളത്തിൽ മുക്കി അതൊന്ന് സ്മജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, നടുക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷിൽ മുക്കി. ബ്രഷ് നല്ലതായിട്ട് കഴുകിയെടുത്തില്ലെങ്കിൽ ആ ബ്രഷിലുള്ള ഓറഞ്ച് കളർ നമ്മൾ ഞാൻ മിക്സ് ചെയ്ത കുറച്ച് ഭാഗം കേട്ടോ. ഈ എൻ്റെ യെല്ലോ തന്നെയാണ്, ആ ഒരു യെല്ലോ അങ്ങ് ഫുള്ളായിട്ട് നഷ്ടപ്പെടരുത്. അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്ലൈൻ വരയ്ക്കാത്തത്. നമുക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻ വരച്ച് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒരു യെല്ലോയുടെ ഭംഗി അങ്ങ് നഷ്ടപ്പെടും കേട്ടോ. ഈ രീതിയിൽ കുറച്ചുകൂടെ ക്രോമെല്ലാം എനിക്ക് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിപ്പോയി, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ യെല്ലോ ചേർക്കുകയാണ് കേട്ടോ. ഓറഞ്ച് കുറച്ചുകൂടെ ലൈറ്റായിട്ട് വരണം. ഞാൻ ആ ഓറഞ്ച് എടുത്ത ബ്രഷ് കൊണ്ടാണ് ക്രോമെല്ലാം എടുത്തത്, അപ്പോൾ കളർ കുറച്ചൊന്ന് കഴുകിയിട്ട് എടുത്തേ, പക്ഷേ കളർ കുറച്ചൊന്ന് നിങ്ങൾ ഇത് ഓറഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. ഒരു 3 ഡ്രോപ്പൊക്കെ ക്രോമെല്ലാം എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആവാനായിട്ട്, ഭയങ്കര ഡാർക്കിലോട്ട് പോകണ്ട. ഈ ഭാഗത്തുനിന്ന് ഒരു നടുക്ക് ചെറിയൊരു ഒരു പ്രാവശ്യം എടുക്കുന്ന കളർ തന്നെ നമ്മൾ നടുക്കിലോട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ട് പിന്നെ ബ്രഷ് നല്ലതായിട്ട് കഴുകി വെള്ളം മാത്രം വെച്ച് അതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൊരു ഹാഫിൽ കൂടുതൽ പറഞ്ഞോളൂ. കേട്ടില്ല. അല്ല, ക്രോമ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പോരേന്ന്. അല്ല, നമ്മൾ ഇതിൻ്റെ അടിയിൽ ലെമണെല്ലോയാണ് കൊടുക്കുന്നത്. ക്രോം കൊടുക്കുമ്പം ഭയങ്കരമായിട്ട് നമ്മൾ ഈ വലിയ പൂക്കളിൽ മാത്രമേ ചെറിയൊരു ഓറഞ്ച് വരുന്നുള്ളൂ, മറ്റേ ഒരു സൈഡ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ഇത് വെള്ളം ചേർത്ത് നമ്മൾ ലയിപ്പിക്കുമ്പം ഭയങ്കരമായിട്ടുള്ള ഡാർക്ക്നെസ് അങ്ങ് പോവും. ഇപ്പം വാട്ടർ ചേർക്കുമ്പോഴേ ഉണങ്ങി കഴിയുമ്പോൾ അതൊന്ന് ഡിമ്മായിക്കൊള്ളും കേട്ടോ. ആ കളറൊന്ന് അടിയിലത്തെ കളറുമായിട്ടേ വാട്ടറുമായിട്ടൊന്ന് ലയിച്ച് ഇവിടെ എനിക്ക് ചിലപ്പോൾ ബ്രൈറ്റായി. ഇപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ട് വരും കേട്ടോ. ആ ഒരു കളർ കുറച്ചൊക്കെ ഡാർക്കായിട്ട്. അപ്പോൾ നമ്മൾ ക്രോം എന്ന് പറഞ്ഞ് ഓറഞ്ച് കൊടുക്കുന്നത് വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ. ക്രോം മാത്രമായ നമ്മളിത് ക്രോമും ലെമണെല്ലാം കൂടി മിക്സാണ്, ആ ഷെയ്ഡ് കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പെർമനൻ്റ് യെല്ലോ എന്നൊക്കെ പറയുന്നൊരു കളറുണ്ടല്ലോ, ആ കളറ് നമ്മളെ ക്യാമലിൽ നിന്ന് വാങ്ങുന്ന ഒരു ക്രോമെല്ലാം ഉണ്ടല്ലോ, അതുമൊക്കെ ലൈറ്റ് ഓറഞ്ചാണ്, വളരെ ലൈറ്റ്. ആ കളറായാലും മതി കേട്ടോ. അതും നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളൊരു ഓറഞ്ചാണ്. കണ്ടോ, ഫുൾ പൂവിൽ ഇത്രയേ വരില്ല, ഇവിടെ മാത്രം ഒരല്പം ഡാർക്കായിപ്പോയി, എത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഷേപ്പ് നമ്മൾ ശരിയാക്കി എടുക്കണം സാഗ്രീൻ കൊണ്ടാണ്. അത് ഞാൻ ലാസ്റ്റ് ബ്ലാക്ക് എഴുതുമ്പോൾ സാഗ്രീൻ കൂടെ മിക്സ് ചെയ്താണ് എഴുതുന്നത് കേട്ടോ. അപ്പം ക്യാമലിന്റെ മേടിച്ചത് എന്താ ചെയ്യണേ?
യെല്ലോ ഓക്കർ നമ്മൾ ക്യാമലിൻ്റെ അത് മാം ഈ ഇതിന് വേണ്ടിയല്ല ഞാൻ മെറ്റീരിയലിസ്റ്റ് തന്നെ മാം, മറ്റേ ആറ്റുകാൽ അമ്മയുടെ ചോദിച്ചില്ല അതെ അതെ, അല്ലാതെ മേടിച്ചത് ഉപയോഗിക്കണ്ടല്ലോ അത്. ഇതിന് ഉപയോഗമുണ്ട്. ഈ പിക്ചറിൽ ഞാൻ യെല്ലോ ഓക്കർ പറഞ്ഞിട്ടില്ല മാം. അല്ല മറ്റേതിനകത്ത് അതെ ചോദിച്ചതേ. അത് ഞാൻ നോക്കാം മാം, എനിക്ക് ഇത് എപ്പോഴാണെന്നുള്ളത് ഓർമ്മ വരുന്നില്ല, അത് നോക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ മാം ഇന്ന് അതിൻ്റെ മെറ്റീരിയലിസ്റ്റ് ചോദിച്ചുകൊണ്ടാണ് ആ ലിസ്റ്റ് ഇട്ട് തന്നെ അതിനകത്ത്. ഈ മുട്ടിൽ ഞാൻ ഈ തണ്ടിൻ്റെ ഇവിടെ കൊടുത്ത് ഒരു സൈഡ് ചെറുതായിട്ട് കൊടുക്കുന്നു കേട്ടോ, ഒരു സൈഡ് മാത്രമാണ്. അതിനൊരു ഉരുള് തോന്നാനായിട്ടാണ്, ഉരുണ്ട് തോന്നിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുന്നത് കേട്ടോ, ഒരു സൈഡ്. എല്ലാവരും പഴയ സാരിയെങ്കിലും ഒരു സാരിയിലെങ്കിലും ഒരു ജസ്റ്റ് ഈ ഒരു പൂ ചെയ്യണം കേട്ടോ, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വിഷുവിനൊക്കെ കൊടുത്തൊരു ഫോട്ടോയൊക്കെ ഇടാം. ഇത് നമുക്ക് ചെയ്യാൻ 1 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈ ഒരു പിക്ചർ ചെയ്യാൻ പറ്റില്ലേ. ഇതുപോലെ ചെയ്യാൻ ബ്രഷ് കമ്പനി ഏതാ നല്ലത്? ഞാൻ യൂസ് ചെയ്യുന്ന നാച്ചുറൽ ഹെയറാണ്, ജെയിനയാണ് നമ്മളെ, ജെയിന എന്നുള്ളൊരു കമ്പനിയാണ്. അല്ലാതെ നമ്മൾ ഈ സിന്തറ്റിക് ഹെയറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കളർ ഹോൾഡായിട്ട് നിൽക്കത്തില്ല കേട്ടോ. പിന്നെ ഈ ഫൈൻ ആർട്ടിൻ്റെ സിന്തറ്റിക്കൊക്കെയാണ് ഈ ഫൈൻ ആർട്ട് കമ്പനി തന്നെയാണ് ഒരു വിധത്തിൽ ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. ഫൈൻ ആർട്ട് എന്ന് പറയുന്ന കമ്പനി ഇല്ലേ നമ്മുടെ മേടിക്കുമ്പോ ഓൺലൈനിൽ മേടിക്കുന്നതാണോ അല്ലാതെ മേടിക്കുന്നതാണോ നല്ലത്? അല്ലാതെ മേടിക്കുന്നതാണ് നല്ലത്, നമുക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഓൺലൈനിൽ ജെയിന കമ്പനിയുടെ കാണത്തില്ല. നാച്ചുറൽ ഹെയർ എന്ന് പറഞ്ഞ് അടിക്കുമ്പോൾ സിന്തറ്റിക്കാണ് വരുന്നത്. അല്ല, നാച്ചുറൽ ഹെയർ എന്നെ ഒട്ടും കൊള്ളത്തില്ല ഓൺലൈനിൽ. കാരണം ഇത് ഒറിജിനലി സ്ക്യൂറലിൻ്റെ വാലിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്കങ്ങനെ സെയിൽ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് അവർക്ക് ഓൺലൈനിലൊന്നും ഇടാൻ പറ്റത്തില്ല. വളരെ കുറച്ച് ഷോപ്പുകളിലെ ഈ ഒരു കമ്പനിയുടേത് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ചെറിയൊരു ഓറഞ്ചിൻ്റെ അളവേ ആക്കുള്ളൂ കേട്ടോ. കൂടുതലും യെല്ലോയാണ് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്നത്. ആ വിരിഞ്ഞ പൂരി നമ്മൾ ചെയ്തപ്പോ തെറ്റിയിട്ട് കുറച്ച് ഓറഞ്ച് കൂടിപ്പോയാ അതിനെ ശരിയാക്കാനായിട്ട് യെല്ലോ കൊടുത്താൽ മതിയോ? യെല്ലോ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തപ്പോൾ ഓറഞ്ച് ഷെയ്ഡ് കയറിപ്പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത കളറിൽ ലെമണല്ലോയും 2 ഡ്രോപ്പ് ലെമണല്ലോയും 1 ഡ്രോപ്പ് ക്രോമല്ലോ ആയിരുന്നില്ലേ, ആ കളർ തന്നെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വച്ച് ഒന്ന് വെള്ളം ചേർത്തൊന്ന് ലയിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മളിതിപ്പോൾ ഇതിൻ്റെ യെല്ലോയുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനകത്ത് വരുന്നത് സാബ്രീൻ കൊണ്ട് നമ്മൾ വരച്ച് കഴിഞ്ഞതിൽ ചെയ്യുന്ന പോലെ ചെയ്യാൻ കേട്ടോ, ലീഫ് പോലുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഈ സാബ്രീൻ നമ്മൾ 00000 ബ്രഷിലെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് ഔട്ടർ കൊടുത്തെടുക്കാം കേട്ടോ, ക്ലിയർ ആക്കി എടുക്കാം. ഞാൻ നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് ഞാൻ ആദ്യം ഇവിടെ ഒരു ഇലയുടേത് ഈ ഒരു പൂ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് എനിക്ക്, ഞാൻ കളർ ചെയ്തപ്പോൾ വിട്ടുപോയത്.
നമ്മൾ ഗ്രീനിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞത് ആദ്യം ഫില്ലിങ്, രണ്ടാമത്തെ സ്റ്റെപ്പ് സാബ് ഗ്രീൻ ഔട്ട്ലൈനാണ്. ഒരു ഡ്രോപ്പ് കളറിന് അല്ല 2 ഡ്രോപ്പ് കളറിന് 1 ഡ്രോപ്പ് വാട്ടർ എന്ന ലെവലിൽ അതിൻ്റെ ഹാഫ് അളവിലെടുത്താൽ മതി ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ. അതുപോലെ നമ്മൾ ഇതിനകത്തൊക്കെ ഉള്ള ഓരോ പൂവിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് ഈ സാബ് ഗ്രീൻ കൊണ്ട് ഔട്ട്ലൈൻ വരച്ചെടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരിത് നമുക്കതിനകത്ത് കിട്ടും. അതുപോലെ ഈ തണ്ടുകളുടെയൊക്കെ ചുറ്റും നമ്മൾ ഒരു പച്ചത്തണ്ടും 3 മഞ്ഞത്തണ്ടും അല്ലേ മാം? എവിടെ ഇതിലല്ലേ ഈ നടുക്ക് അരിവാള് പോലെ നിക്കണത് ഈ വരുന്നത്? ഓ, ഇതിൽ നമ്മളിനി മഞ്ഞ തണ്ടും ഇതൊക്കെ വൈറ്റ് ചേർത്ത് വരച്ചെടുക്കും ലാസ്റ്റ് കേട്ടോ. ഓക്കെ. ആദ്യം നമുക്കിതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് നീറ്റായിട്ട് ക്ലിയർ ആക്കാനാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നമുക്ക് വിടാൻ പറ്റുന്ന ഇതുപോലുള്ളത് വിട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അത് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആ മൈപ്പീരി ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ അകത്തുള്ള ഡീറ്റെയിലിങ് കിട്ടും കേട്ടോ. മാം എല്ലാ ഫ്ലവറിനും ഗ്രീൻ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കണം അല്ലേ? എല്ലാത്തിനും സാബ് ഗ്രീൻ വെച്ച് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ. അതൊന്ന് ക്ലിയർ ആവുകയും ചെയ്യും. അതിനകത്ത് നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു നീറ്റ് അല്ലാതിരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലിയർ ആക്കി എടുക്കാനും പറ്റും കേട്ടോ. ഇവിടെ ഈ വൈറ്റ് വിട്ടിരിക്കുന്നത് അവിടെ ഒരു യെല്ലോ ചെയ്യാനാണ് ഞാൻ വിട്ടുപോയ ഭാഗങ്ങളാണ് കേട്ടോ. അല്ലാതെ ഈ ഫ്ലവറും അങ്ങനെ തന്നെ അവിടെ വൈറ്റ് അല്ല, അവിടെ ഇതിപ്പോൾ കളർ ചെയ്യും. ഇനിയിപ്പം ബ്രഷും വെള്ളവും എല്ലാം ഗ്രീനായി. അപ്പോൾ ഇനി യെല്ലോ എടുത്താൽ ശരിയാവാത്തതുകൊണ്ടാണ് അവിടെ യെല്ലോയിലോട്ട് പോകാത്തത്. ആ സൈഡിലേക്കും കൊടുക്കണോ? ഞാൻ അല്ലല്ല, ഈ സൈഡ് ഇതുപോലെ വരുമേ. ഞാൻ ഒരു സൈഡ് കാണിച്ചു തന്നേ ഉള്ളൂ. ഈ സൈഡും ഇതുപോലെ തന്നെ നമ്മൾ വൈറ്റ് വെച്ച് സ്മജ് ചെയ്ത് വരും. മറ്റൊന്ന് ഞാനൊന്ന് ചെയ്തിടാം കേട്ടോ. നാളത്തെ ക്ലാസ്സിന് മുമ്പായിട്ട് ഇല്ല 2 സൈഡും വരുമേ. നമുക്ക് അത്രയും ചെയ്തെടുക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഒരു സൈഡ് വെച്ച് പോയത്. കൃഷ്ണൻ്റെയും ഫുള്ള് ചെയ്താത്തതിൻ്റെ കാര്യം അതുകൊണ്ടാണ്. ഇനി നാളെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ് ആയതുകൊണ്ട് നാളെ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ തന്നെ ലിങ്കിടത്തൊക്കെ എത്ര ക്രമീകരിക്കുക. നമുക്ക് നാളത്തെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ അത് നമുക്ക് തീർക്കഴിഞ്ഞുണ്ട് ചിത്രങ്ങൾ. പിന്നെ മെയിനായിട്ട് കളർ ഞാൻ മറ്റേത് പേപ്പറിൽ മയിലിൻ്റെ ഒന്ന് കാണിച്ചിടാം ഏതൊക്കെ കളറാണെന്ന്. അത്രയും നിങ്ങളത് ചെയ്തിട്ടിട്ട് ഞാൻ നാളെ ക്ലോത്തിൽ ചെയ്തിട്ടിരിക്കാം കേട്ടോ. പേപ്പറിൽ ഏതൊക്കെ കളറാണ് ഫില്ല് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഉണങ്ങി വരത്തില്ല. ഒരു കളർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് ഉണങ്ങി വരാൻ പാടാണ്. ഇതിൽ 2 സൈഡിലും വരും കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ ഞാനൊന്ന് ചെയ്തിട്ട് ചെറുതായിട്ട് ഇട്ടേക്കാം അല്ലെങ്കിൽ നാളത്തെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എത്രയായി സമയം? 47. എനിക്ക് പുറത്തൊക്കെ ആയിരുന്നുകൊണ്ട്
ശരി, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ചെയ്യുന്നു. ഞാൻ മറ്റേതിൻ്റെ കളറിങ് മൈപ്പീലിയുടെ ഒന്ന് പറഞ്ഞു തരാമേ. നമ്മൾ മൈപ്പീലിലെ അകത്ത് വരുന്നതല്ലേ ഇതിൽ നമ്മളിത് ഈ ഫ്ലവേഴ്സ് 2 ഡ്രോപ്പ് ലെമണല്ലേയും 1 ഡ്രോപ്പ് ക്രോമല്ലയും കൂടെ മിക്സ് ചെയ്ത് ഈ ഫ്ലവറിന് കൊടുക്കണം കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ഇതിന് കൊടുക്കണം. ഇത് ഓറഞ്ചാണ് കേട്ടോ. ഈ ഒരു 3 ഇങ്ങനെ ചെറിയൊരു സാധനം നിൽക്കുന്നത് ഓറഞ്ച് അല്ലെങ്കിൽ ക്രോമല്ലോ മാത്രമായിട്ട് കൊടുത്താലും മതി. അത് നാളത്തെ ക്ലാസ്സിൽ ഞാൻ ചെയ്തിടാം കേട്ടോ. മൈപ്പീൽ നാളത്തെ ക്ലാസ്സിൽ ഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ ചെറുതായിട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ യെല്ലോ ഔട്ട്ലൈനൊക്കെ വരച്ച് വെച്ചാലും മതി കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നാളെ എന്തായാലും ഒരു 7:30 ആകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊരു 9:30 വരെ 2 hours ക്ലാസ്സസ് ഉണ്ടാവും കേട്ടോ. നമുക്ക് ഏകദേശം കൃഷ്ണൻ്റെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഷെയ്ഡിങ്ങേ ഉള്ളൂ. ബാക്കി ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പം തന്നെ ഇതിൻ്റെ ഫോട്ടോസ് ഇടുകയാണ്. മറ്റേതിൻ്റെ ഞാൻ ഫോട്ടോസുകൾ ഉടനെ ഇടാം കേട്ടോ. ഞാൻ ഫുള്ളായിട്ടുള്ള കൃഷ്ണൻ്റെ നമ്മൾ ഏകദേശം ചെയ്തത് ഇട്ടിട്ടുണ്ട്. സമയം കുറവായതുകൊണ്ട് എനിക്ക് ഇന്ന് കുറച്ചിങ്ങനെ ചെല്ലുമ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. റിയൽ പൂ പോലെ തോന്നുന്നുണ്ട്. അതെ, നമുക്ക് കുറച്ച് നല്ല രസമായിട്ട് വരും കേട്ടോ. നമുക്ക് ചെയ്യുന്നതിൽ നമ്മൾ സാധാരണ കളിപ്പൊന്നേക്ക് കാണുമ്പോഴേ എപ്പോഴും ഉള്ളതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഇതില് കറുപ്പ് എഴുതില്ല അല്ലേ? കറുപ്പ് ചെറിയൊരു സാബ്രിയിൽ മിക്സ് ചെയ്ത് ഔട്ടർ കൊടുക്കുകയുള്ളൂ. തണ്ട് പോലുള്ള ഭാഗങ്ങൾ മാത്രം, പൂവിനകത്ത് എഴുതത്തില്ല കേട്ടോ. ശരിക്കും ഇതൊന്നും ഒരു മ്യൂറൽ സാധനങ്ങളല്ല. പിന്നെ നമ്മളൊരു മ്യൂറൽ ചിത്രത്തിലോട്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കണിക്കുന്ന പറയുന്നൊരു സാധനം നമ്മൾ മ്യൂറലിലോട്ടാക്കി കഴിഞ്ഞാൽ ശരിക്കും ബ്ലാക്കൊക്കെ എഴുതിയാണ് വരണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി അങ്ങ് പോകും, ആ റിയാലിറ്റി അങ്ങ് പോകും കേട്ടോ. നമുക്കിതാണ് കുറച്ച് ഭംഗി എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ചുകൂടെ ഉണ്ട്, ഓറഞ്ചും ബ്രൗണും ഒക്കെ വരുന്ന ഷെയ്ഡുണ്ട്. നാളത്തെ ക്ലാസ്സിൽ ഫൈനൽ കാണിക്കാം കേട്ടോ. ഇതൊക്കെ ഒന്ന് സ്മഞ്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗം കൂടി ഞാനൊന്ന് ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം ഇത് കളർ കോമ്പിനേഷൻ്റെ ഒരു വോയിസ് ക്ലിപ്പായിട്ട് ഇട്ടാൽ മതിയോ? അതോ ഞാൻ ഓയിസ് പറയണോ? വോയിസ് ക്ലിപ്പായിട്ട് ഇട്ടാൽ ശരി ശരി ശരി. ഫോട്ടോ നല്ല ഭംഗിയുണ്ട് മാം. ആ ഓക്കെ ഓക്കെ, നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. സൂപ്പർ. ശരി വരുമ്പോൾ ശരി. ഒരു സൈഡ് ചെയ്തിട്ട് നല്ല രസമുണ്ട്. അതാ ഞാൻ ചോദിച്ചത് ഇത്ര നിർത്തിയാ മതിയോ? അല്ല, ഇപ്പർ സൈഡിലൂടെ വരുമ്പോഴും ഭംഗിയാണ് കേട്ടോ. നമ്മൾ ഇത് വരുമ്പോഴും ഒരു ഭംഗിയാണ്. ഒരു സൈഡാണെങ്കിലും നമുക്ക് ഓപ്ഷനിൽ ഇത് ഇങ്ങനെ വരുമ്പോൾ 3D എഫക്റ്റ് ആണ് കേട്ടോ. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു ഫീലാണ്, മനസ്സിലായി? ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊരു ഫീൽ. ഇപ്പുറത്തൂടെ വരുമ്പോൾ അതിൻ്റെ പുറത്ത് കിടക്കുന്നൊരു ഫീൽ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ ബൈ. ഓക്കെ.